നമസ്കാരം. മൃഗങ്ങൾക്കിടയിലെ ഏറ്റവും ആകർഷകമായ ജീവികളാണ് പാമ്പുകൾ. പാമ്പുകളുമായി ബന്ധപ്പെട്ട് ധാരാളം കൗതുകകരമായ കാര്യങ്ങളുമുണ്ട്. അവയിൽ ഒന്നാണ് പാമ്പുകൾ പടം പൊഴിക്കുന്നത്. മനുഷ്യരിൽ നിന്നും മറ്റ് ജീവികളിൽ നിന്നും വ്യത്യസ്തമായി എന്താണ് ഇവയ്ക്കുള്ള പ്രത്യേകത? അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. പാമ്പുകൾ വളരുമ്പോൾ അവയുടെ പുറംതൊലി അതിനനുസരിച്ച് വികസിക്കുന്നില്ല. വളർന്നു വരുന്ന ശരീരവുമായി പൊരുത്തപ്പെടാനും ആരോഗ്യകരമായ ചർമ്മം നിലനിർത്തുന്നതിനുമായി പാമ്പുകൾ ഇടയ്ക്കിടെ അവയുടെ പുറംപാളി പൊഴിച്ചു കളയുന്നു. ഏറ്റവും വലിയ പ്രത്യേകത അവ തോല് പൊഴിക്കുന്ന സമയത്തും അതിനുശേഷമുള്ള സമയത്തും കൂടുതൽ പ്രതിരോധ ശേഷിയുള്ളവയായി മാറുന്നു എന്നതാണ്. ഒരു പാമ്പ് ജീവിതകാലം മുഴുവൻ വളർന്നുകൊണ്ടിരിക്കും, പക്ഷേ അതിന്റെ പുറംതൊലി അതേ അളവിൽ വികസിക്കുന്നില്ല. ചർമ്മം വളരെ ഇറുകിയതായി തീരുമ്പോൾ പാമ്പ് പഴയ പാളി ഉപേക്ഷിച്ച് അതിന്റെ പുതിയ വലിപ്പത്തിനും ഭാരത്തിനും അനുസൃതമായി പുതിയതും വലുതുമായ ഒരു പുറംപാളി വളർത്തുന്നു. ഒരു പാമ്പിന്റെ തൊലിയിൽ ബാക്ടീരിയകൾ, മറ്റ് ദോഷകരമായ സൂക്ഷ്മജീവികൾ എന്നിവ അടിഞ്ഞുകൂടാൻ സാധ്യതയുണ്ട്. പാമ്പ് അതിന്റെ പുറംപാളി പൊഴിച്ചുകൊണ്ട് ഈ അനാവശ്യ ജീവികളെ പലതിനെയും നീക്കം ചെയ്യുകയും സ്വയം ആരോഗ്യം നിലനിർത്തുകയും ചെയ്യുന്നു. പരിക്കൻ സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴോ ഇര പിടിക്കുമ്പോഴോ പാമ്പുകൾക്ക് പലപ്പോഴും പോറലുകളും ചെറിയ പരിക്കുകളും ഉണ്ടാകാറുണ്ട്. പുറംപാളി പൊഴിച്ചു കളയുന്നത് അവയെ തേഞ്ഞ ചർമ്മത്തിന് പകരം ഒരു പുതിയ പാളി ലഭിക്കാൻ സഹായിക്കുന്നു. തൊലി കളയുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പാമ്പിന്റെ കണ്ണുകളിൽ ഒരു മേഘാവൃതമായ ദ്രാവകം അടിഞ്ഞുകൂടുകയും അത് താൽക്കാലികമായി കാഴ്ചയെ തകരാറിലാക്കുകയും ചെയ്യുന്നു. വ്യക്തമായി കാണാൻ കഴിയാത്തതിനാൽ പാമ്പുകൾക്ക് എളുപ്പത്തിൽ അപകടം മനസ്സിലാക്കാനും തങ്ങളെ സമീപിക്കുന്ന എന്തിനെക്കുറിച്ചും തിരിച്ചറിഞ്ഞ് പ്രതിരോധശേഷി നേടാനും കഴിയും. പാമ്പുകൾ പഴയ ചർമ്മം കളയാനായി ശരീരം പാറകളിലും ചില്ലകളിലും പരിക്കൻ പ്രതലങ്ങളിലും ഉരസുന്നു. ഈ പ്രക്രിയ വളരെ ശ്രമകരമാണ്. മാത്രമല്ല അവയെ പതിവിലും കൂടുതൽ ഊർജ്ജസ്വലരാക്കുകയും ചെയ്യും. തൊലി ഉരിഞ്ഞുപോയി കഴിഞ്ഞാൽ അതിന്റെ കാഴ്ച വീണ്ടും തെളിഞ്ഞു വരും. പുതിയ തൊലി കൂടുതൽ തിളക്കമുള്ളതും വഴക്കമുള്ളതുമായി കാണപ്പെടുകയും ചെയ്യും. ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. അടുത്ത വീഡിയോയിൽ വേറൊരു വിഷയമായി കാണാം. അതുവരെ നമസ്കാരം.